കേരളത്തിലൊരു MP ആയി വയനാട്ടിനെ പ്രതികരിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസമാണ്. ഭരണഘടനയുടെ ചെറുകോപ്പി ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള അവരുടെ സത്യപ്രതിജ്ഞ വമ്പൻ ഭൂരിപക്ഷത്തിന് വിജയിപ്പിച്ചയച്ച കേരളീയർക്കൊക്കെ അഭിമാന മുഹൂർത്തമാണ്. ഭരണഘടനയുടെ ഒരു കോപ്പി ഉയർത്തി പിടിച്ചത് പ്രതീകാത്മകമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷണമാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് മതേതരത്വത്തിന്റെ സംരക്ഷണം. നമ്മൾ കാണുന്നുണ്ടല്ലോ UP-യിൽ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തും ഇങ്ങനെ തന്നെയായിരുന്നു. അതിനെ തുടർന്നാണ് നമുക്കറിയാം, ആ കാലഘട്ടത്തിലാണ് നമ്മുടെ ഹൃദയത്തിന് മുറിവേൽപ്പിച്ച ഗാന്ധിവധം പോലും ഉണ്ടായത്. മതേതരത്വ സംരക്ഷണം എന്നും സമൂഹത്തിന്റെ മുമ്പിൽ, രാജ്യസ്നേഹികളുടെ മുമ്പിൽ ഏറ്റവും വലിയ ഒരു ഭാരം തന്നെയാണ്. ഇന്നും ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ പോരാടുന്നത്. ഇപ്പൊ സംഭാലില് ഗവൺമെന്റ് സ്പോൺസേഡ് ആയിട്ടുള്ള വെടിവെപ്പ്, വർഗീയ വിഭജനം, അതാണ് നടക്കുന്നത്. ഒട്ടേറെ പേര് അവിടെ മരണപ്പെട്ടു. ഒരു പള്ളി കഴിയുമ്പോൾ മറ്റൊരു പള്ളി, ഒരു ആരാധനാലയം കഴിയുമ്പോൾ മറ്റൊരു ആരാധനാലയം. അങ്ങനെ ഉത്തരേന്ത്യ മുഴുവൻ വർഗീയത നിലനിർത്താൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ്. മണിപ്പൂരിലും അതേപോലെ തന്നെ BJP അവരുടെ ആ ഒരു ഹിംസാത്മകമായ നിലപാട് ഇവിടെയുള്ള വിവിധ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളോട് പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. സംഭാലിലുണ്ടായ വിഷയം എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അങ്ങോട്ടാർക്കും പോവാൻ വയ്യ. ഒരു ആശ്വാസ വാക്യം കൊടുക്കാൻ പോലും ആർക്കും പറ്റും. ഒരു വാക്ക് അവരെ പോയി ആശ്വസിപ്പിക്കാൻ പോലും അനുവദിക്കുന്നില്ല. മണിപ്പൂരിലായാലും UP-യിലെ സംഭാലിലായാലും ഏകാധിപത്യ സ്വഭാവത്തോടു കൂടിയാണ്. ലീഗിന്റെ MP-മാര് അങ്ങോട്ട് പോകാൻ നോക്കി, അവരനുവദിച്ചില്ല. ഇന്നലെ അവരെ തടഞ്ഞു. ഞങ്ങൾക്ക് അതിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. ഒരു വെടിവെപ്പുണ്ടായാൽ, ഒരു ഇതുപോലുള്ള ഒരു പ്രശ്നം ഉണ്ടായാൽ 4-5 MP-മാര് അവിടെ ഒന്ന് പോകണം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അവർക്ക് അനുവാദം കൊടുക്കേണ്ടതാണ്. പക്ഷെ അനുവാദം കൊടുത്തില്ല. ഇതാണ് ഈ രാജ്യത്തിന്റെ സ്ഥിതി. മണിപ്പൂരിലേക്ക് പ്രൈം മിനിസ്റ്റർ പോകുന്നേ ഇല്ല. ഒന്നും അവർക്ക് പ്രശ്നമല്ല. ഈ രാജ്യത്തെ വിവിധ ന്യൂനപക്ഷങ്ങൾ, അതുപോലെ തന്നെ വളരെ അവശരായ പിന്നോക്ക ജനവിഭാഗങ്ങൾ, അതുപോലെ തന്നെ മതന്യൂനപക്ഷങ്ങൾ, അങ്ങനെ ബലഹീനരായിട്ടുള്ള ജനവിഭാഗങ്ങൾ, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾ ഒക്കെ വലിയ ഭീതിയിലും ആശങ്കയിലുമാണ്. ഭരണഘടന ഉയർത്തിപ്പിടിച്ച് രാജ്യത്തിന്റെ അഖണ്ഡത ചൂണ്ടിക്കാണിച്ച് ഉയർത്തിപ്പിടിച്ച് നമ്മളെല്ലാവരും ഈ സന്ദർഭത്തിൽ ഇപ്പോൾ അതിനെ സംരക്ഷണ ദിനം ആചരിക്കുന്ന ഒരു സമയമാണ്. നമുക്കൊക്കെ പ്രതിജ്ഞ പുതുക്കേണ്ട സമയമാണ്. പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു മുഹൂർത്തമാണ്. പ്രതീകാത്മകമായി ഭരണഘടന ഉയർത്തിയത് അത് ഞാൻ എടുത്തു പറയാണ്. സംഭാലിലെ ആ സംഭവം, അതിൽ ലീഗ് MP-മാരെ തടഞ്ഞത് അങ്ങേയറ്റം പ്രതിഷേധാത്മകമാണ്. അവിടെ പാർട്ടി ഉടനെ തന്നെ യോഗം ചേർന്ന് നിയമസഹായം കൊടുക്കാൻ വേണ്ടി, അവിടെയുള്ള പാവപ്പെട്ട ആളുകൾക്ക് നിയമസഹായം കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനം ഉടനെ എടുക്കും. അതിനെല്ലാവിധ പിന്തുണയും ഞങ്ങൾ കൊടുക്കും. എവിടെയൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അവിടെയൊക്കെ ഇപ്പോൾ സുപ്രീം കോടതി ഇടപെടണം, കോടതി ഇടപെടണം എന്ന മുദ്രാവാക്യമാണ് വരുന്നത്. കാരണം അതേ രക്ഷയുള്ളൂ എന്നുള്ളൊരു ചിന്ത ജനങ്ങളിൽ ഉയർന്നു വരികയാണ്. പിന്നെയും ഒരു ആരാധനാലയം കഴിയുമ്പോൾ വേറെ. ഇതിപ്പോൾ അജ്മീറിന്റെ വാർത്തയുണ്ട്, നോട്ടീസ് കൊടുത്തത്. അപ്പോൾ ഇതൊക്കെ കരുതി കൂട്ടി ചെയ്യുന്നതാണ്. കോടതി തന്നെ പരമോന്നത കോടതിയെ സുപ്രീം കോടതി തന്നെ ഇടപെടാതെ നടക്കില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നിയമസഹായം സുപ്രധാനമാണ്. ആ കാര്യത്തിൽ ഞങ്ങൾ വേണ്ട സഹായം ചെയ്തു കൊടുത്ത് രംഗത്തുണ്ടാവും എന്ന് പറയാനാണ് ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നത്. മുസ്ലിം ലീഗ് MP-മാരെ അങ്ങോട്ടേക്ക് പോയ സമയത്ത് തടഞ്ഞ സംഭവം അങ്ങ് പറഞ്ഞല്ലോ. ഈ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രിയെ കാണാനോ കത്ത് നൽകാനോ അങ്ങനെ എന്തെങ്കിലും മുസ്ലിം ലീഗ് തീരുമാനിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് അവിടെ സംഘർഷം ഞങ്ങള് യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ ഇന്നിപ്പോൾ അവിടെ പോവാ എന്നുള്ളതായിരുന്നു ആദ്യം ചെയ്യേണ്ടിയിരുന്നത്. അതിന് പറ്റിയില്ല. തുടർന്ന് നിയമസഹായം ചെയ്യാനും അതുപോലെ തന്നെ ആഭ്യന്തര
മന്ത്രിയാണെങ്കിൽ അതിന് പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവർ ആലോചിക്കുന്നുണ്ട്, MP-മാർ ആലോചിക്കുന്നുണ്ട്. തീർച്ചയായും പാർലമെന്റിനകത്തും പുറത്തും ഒക്കെ ആവുന്നതൊക്കെ ഞങ്ങൾ ചെയ്യും. ഈ തപാൽ നിയമസഹായം അതുപോലെ തന്നെ ഈ രാജ്യത്ത് ഇത്തരം ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിനുവേണ്ടി ഒരു സെല്ല് എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ ലീഗ്? അങ്ങനെ ലീഗിന് ആൾറെഡി സെല്ലുണ്ട്. പൗരത്വ വിഷയം വന്നപ്പോൾ ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോയി ശ്രദ്ധ നേടിയതാണ്. അതേപോലെ തന്നെ വർഗീയ ലഹളകളും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുമ്പോൾ ഞങ്ങൾ ശക്തമായി ഇടപെടാനുള്ള ലീഗൽ സംവിധാനം ഞങ്ങൾക്കുണ്ട്. ആ സംവിധാനം ഉടനെ തന്നെ വർക്കിംഗ് ആക്കും. ഇന്നലെ E.T. മുഹമ്മദ് ബഷീറും അതുപോലെ ബാക്കി MP-മാരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് വൈകുന്നേരമോ മറ്റോ ഞങ്ങൾ യോഗം ചേർന്നിട്ട് ഇത് സംബന്ധിച്ചുള്ള അവസാന തീരുമാനമെടുത്ത് നിങ്ങൾ അറിയിക്കും. ഈ രാജ്യത്തെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഇത്തരം നീക്കങ്ങൾ അത് യാദൃശ്ചികമല്ല എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. മുസ്ലിം ലീഗ് എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? യാദൃശ്ചികമല്ല, ഒട്ടാകെ കലാപം അയച്ചുവിടാനുള്ള പരിപാടിയാണ്. 1000 വർഷം 2000 വർഷം മുമ്പ് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഓരോ പള്ളി ആരാധനാലയങ്ങളിലും ചെന്ന് അവിടെയൊക്കെ കുഴിച്ചു നോക്കുന്ന ഈ പരിപാടി നല്ലതിനല്ല. കുഴിച്ചു നോക്കുക എന്നുള്ളത് പ്ലാൻഡായിട്ട് ചെയ്യുന്നതാണ്. രാഷ്ട്രീയമാണ് അതിന്റെ പിന്നിൽ. കാരണം വൈകാരികമായ സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി അവസാനം അവർ പരാജയപ്പെടുകയുള്ളൂ. ഇപ്പൊ കണ്ടില്ലേ, അയോധ്യയിൽ പോലും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെട്ടു. പക്ഷെ അതിനിടയ്ക്ക് ഇതേപോലുള്ള കലാപവും വെടിവെപ്പും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതവർ കരുതിക്കൂട്ടി ഉണ്ടാക്കുന്നതാണ്. ഇപ്പൊ ഈ ഉപതെരഞ്ഞെടുപ്പുകളുടെ സാഹചര്യത്തിലാണ് ഇതൊക്കെ ചെയ്തത്. വർഗീയമായ ഒരു അറ്റ്മോസ്ഫിയർ നിലനിർത്തുക എന്നുള്ളത് ആവശ്യമാണ്. അതിന് ഏറ്റവും വലിയ ഒരായുധമാണ് ഈ പറഞ്ഞ പോലെ ആരാധനാലയങ്ങളുടെ നേരെ തിരിയൽ. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ലോകം ശ്രദ്ധിക്കുന്നുണ്ട്. വളരെ മോശമാണ് നമുക്ക്.